ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ ട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ല, ഇതൊരു 3-4 ദിവസത്തെ വീഡിയോ ആണ്. നമ്മുടെ വാലന്റൈൻസ് ഡേ വീക്കിൻ്റെ ഒരു വീഡിയോ കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ള വർക്ക്സിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് ആക്കിയിടാൻ. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു വ്ളോഗ് എടുക്കുന്നത്. സോ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ എന്തായാലും ഈ വീഡിയോസിലുണ്ടായിരിക്കും. പറ്റുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. നെക്സ്റ്റ് ഡേ നമുക്ക് അടിപൊളിയാക്കാം. നമ്മുടെ കയ്യിൽ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വോയിസ് ഓവർ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം കഴിഞ്ഞ ഇയറിൽ നമ്മുടെ വാലന്റൈൻസ് ഡേയും ഈ വർഷത്തെ നമ്മുടെ വാലന്റൈൻസ് ഡേ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ കേട്ടോ. എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എൻ്റെ ചാനൽ കുറേ പേര് കാണുന്നവരുണ്ട്, എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ട് ഓർഡേഴ്സ് തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും നമ്മൾ ചെയ്ത ഓർഡേഴ്സിൻ്റെ ഒക്കെ കുറേ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതിൽ മെയിൻ താരാണിത് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഐറ്റം കേട്ടോ. ഇത് വന്നിട്ട് ബ്രീത്തിൻ്റെ ഡി ആണ്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്രീത്തിൻ്റെ ഡിനെ കുറിച്ചിട്ട്. നമുക്കിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ. അതല്ലാതെ കുറേ ഹാമ്പേഴ്സും കസ്റ്റമൈസ്ഡ് ഹാമ്പേഴ്സും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓഫറിലുള്ള ഹാമ്പേഴ്സാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും ഞാൻ ചത്തിട്ടുണ്ടായിരുന്നു. അത്രയധികം വർക്ക്സ് ആയതുകൊണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയധികം ബോക്സസ് ആയിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് വെയർ എന്ന് പറഞ്ഞിട്ട് എടപ്പാളുള്ള ഒരു ഷോപ്പിലാണ്. അവർക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഈ സെയിം ആ ഒരു വലുപ്പത്തിലുള്ള ബോക്സ് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു 10-35 എണ്ണോളം ഉണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരേ ഒരു ഭംഗിക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. ഈ ഒരു ബോക്സൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ ബോക്സൊക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ അളവിലുള്ള ബോക്സിൽ സെറ്റ് ചെയ്തതാണ്. ഇത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ മീൻസ് എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പം ആള് എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷെ ആ ഒരു ദിവസം ആൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഒരു 3-4 ദിവസത്തെ വീഡിയോ കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് താത്താക്ക് ഇങ്ങനെ ഇത്ര ഓർഡേഴ്സൊക്കെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ വേണ്ടിട്ട് 3-4 വർഷമായിട്ടോ. അതിൽ ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ടാണ് നമ്മൾ ഇത്രയും ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. ഉണ്ട് ഈ പറയുന്ന സാധനമൊക്കെ, പക്ഷെ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി ആക്റ്റീവാണ്. ബിക്കോസ് എനിക്കതിൽ നിന്ന് എൻ്റേതായ ഏണിങ്സ്, എൻ്റേതായ കുറേ ചിലവുകളൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവൾ അത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ അതിന് വലിയ ക്ഷീണത്തിൽ, കാരണം നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇത് അവസാനിക്കുമ്പോൾ ഏകദേശം ഈവനിങ് അങ്ങാണ്ടായിട്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം, കൊറിയർ ചെയ്യണം, പിന്നെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമ്മളിതൊരു ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ലല്ലോ എത്രത്തോളം ഓർഡേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് 35 ബോക്സ് മാത്രമേ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കൂടാതെ നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ടായിരുന്നു. ഈ കസ്റ്റമൈസേഷൻ വർക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഓരോന്നും ഓരോ കടയിലായിരിക്കും. അപ്പോൾ നമ്മളൊരു 10-35 കട കയറി ഇറങ്ങേണ്ടി വരും. ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടി 3-4 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക, അത് പാക്ക് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക, അതൊക്കെ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. പലരും ചോദിക്കും ഇത്രയും ഈ കുറച്ച് സാധനങ്ങൾക്ക് കൂടി ഒരു ബോക്സിലിട്ട് അയക്കുന്നതിനാണോ ഇത്രയും പൈസ എന്നുള്ളത്. നമ്മുടെ സമയം, വാല്യൂം അതൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എനിക്കിതേപോലെ ഈ ഒരു വാലന്റൈൻ ടൈമിൽ തന്നെയായിരുന്നു ഒരു ടീം മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഇതൊരു 3-4 സാധനം കൂടി ബോക്സിലിട്ട് അയക്കുന്നതിനാണോ ഇത്ര പൈസ. ഞാൻ പറഞ്ഞു ഒരു 3-4 സാധനം നമ്മൾ 3-4 കടകളിൽ കയറിയിട്ടാണ് വാങ്ങുന്നത് ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓ ആയിക്കോട്ടെ, വെരി താങ്ക് യു, ഒരു ഷിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ തന്നെ പറയാവുന്നതിൽ മാക്സിമം പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കത് മൈൻഡ് ചെയ്യാനുള്ള ടൈമില്ല. സോ അത് കണ്ടുവിടുക, അത്രേ ഉള്ളൂ. ഞാനൊരു മൈൻഡിലെടുത്തുള്ളൂ കേട്ടോ. ഞാൻ അതൊക്കെ വിട്ടുപോയി. കാരണം ഇയാൾ പോയാലും എനിക്കൊരു പുല്ലുമില്ല. കാരണം വേറെ ആൾക്കാരുണ്ട്. കാരണം നമുക്ക് വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലപോലത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറേ നല്ല കസ്റ്റമേഴ്സിൻ്റെ വർക്ക്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഹാപ്പിയാണ്, അവരും. അങ്ങനെ ഒരുവിധം വർക്കിൻ്റെ ഒക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളത് രാത്രി ഇരുന്ന് ഫുൾ കുത്തിരുന്ന് പാക്ക് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. അവൾ പോയി. അപ്പോൾ അവൾക്ക് സ്കൂളൊക്കെ ഉണ്ട്. നമ്മളെപ്പോലെ അവൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് അടിയിട്ട് അവൾക്ക്. അപ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലീവൊക്കെ എടുക്കാം. അങ്ങനെ ഞാൻ ലീവൊക്കെ എടുത്തു. നല്ല ടയേർഡാണ്. ബിക്കോസ് 2-3 ദിവസമായിട്ട് നല്ലപോലെ ഓർമ്മിക്കില്ല. നമ്മൾ രാത്രി ഇതൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യാണ്. ഇത്രയും ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് ഇനി അടുത്ത ഐറ്റംസ് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്. അത് മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈവനിങ് ആകുമ്പോഴത്തേനും അടുത്തത് പാക്ക് ചെയ്യണം. അങ്ങനെ ഭയങ്കര ഡിലേ ആൻഡ് റഷ് ആയിരുന്നു.
ഡിലേ അല്ല, ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഈ ഒരു വർക്ക് ഭയങ്കര രസമായിരുന്നു. ഈ ഒരു വാച്ച് നമുക്ക് അവർ ഓൺലൈൻ ഇങ്ങോട്ട് അയച്ചതായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ കുറേ മഞ്ചും ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് കൺഫേം ചെയ്തൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അതിൽ നമുക്ക് പെർഫ്യൂം ബൊക്കെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ മേടിച്ച് വെച്ച് നമുക്കിതൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. ഈ ആൽബംസ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറേ ടൈം എടുക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാണ്ടായിരുന്ന ഒരു വലിയ ബോക്സ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് പട്ടാമ്പിയിലോട്ടായിരുന്നു. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് ലവ് ലെറ്റർ പോലും വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രേമിൽ ഇറങ്ങിയ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സാധനം കേട്ടോ, ഈ ഒരു ലാമ്പ്. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ടെഡി ടൈപ്പ് ഉണ്ട്, പാൻഡ ഉണ്ട്, മൊയലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു യൂണിക്കോൺ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് യൂണീക്കായിട്ട് ഫീൽ ചെയ്തു. സോ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കുറച്ചും കൂടി എഴുതുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അതിൽ കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ലാസ്റ്റ് മിനിറ്റിൽ ഒക്കെ നമുക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് ഓർഡേഴ്സ് കൺഫേം ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, വാങ്ങണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ദിവസവും വൈകുന്നേരമായി ഫുൾ ടയേർഡായിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോളേജിൽ ലീവ് എടുത്തേക്കും കേട്ടോ. നമ്മൾ ഈ കോളേജിൽ ലീവ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു പണി കിട്ടുക. കാരണം ഇത്രയും ഐറ്റംസ് ഒക്കെ വാങ്ങണ്ടേ, അതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ലവ് ലെറ്റർ ഞാനല്ല എഴുതിയത്, ഉമ്മനെ കൊണ്ടാണ് എഴുതിയത്. കാരണം എനിക്ക് മലയാളം വൃത്തിക്ക് എഴുതാൻ പണ്ടൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പം നമ്മൾ കോളേജിലായതിന് ശേഷം ഫുൾ ഇംഗ്ലീഷാണ് എഴുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മലയാളം ഇല്ല, ഇംഗ്ലീഷ് ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഹാമ്പറിലേക്കായിരുന്നു ആ ഒരു ലവ് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പർ ആയിരുന്നു ഇത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, പട്ടാമ്പിയിലോട്ടായിരുന്നു ഈ ഒരു ഹാമ്പർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ്സിൽ വെച്ച് കൺഫേം ചെയ്ത ഒരു ഓർഡർ ആയിരുന്നു ഇത്. ഒരു ബൊക്കെ പെർഫ്യൂം 2-3 ഡയറി മിൽക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഇനി അതും പാക്ക് ചെയ്യാനല്ലോ. സോ അതൊക്കെ നമ്മൾ ക്ലിംഫിൽ വെച്ച് പാക്ക് ചെയ്ത് ആകെ കൂടെ എന്താ പറയുക ഫുൾ പണിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം എൻഡ് ആവാനായി. ബിക്കോസ് നമുക്കിത് അയക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കാണ്. നമുക്ക് എന്താ പറയുക റാപ്പ് ചെയ്യാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കൊറിയർ കവർ വാങ്ങിയിട്ട് പാക്ക് ചെയ്ത്, നമ്മൾ സമയമില്ലാത്ത സമയത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ നിന്ന് വെറുതെ ടൈം കളയരുത്. ഇങ്ങനത്തെ കൊറിയർ പാക്ക് വാങ്ങണമെന്നില്ല, നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും 15 രൂപ 10 രൂപയൊക്കെയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിലങ്ങോട്ട് ഇട്ടിട്ട് പാക്ക് ചെയ്യുക. അപ്പം സാധനം സേഫ് ആവുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ വെറുതെ ആ ഒരു കവർക്ക് പാക്ക് ചെയ്ത് ഒട്ടിച്ച് കുറേ പണിയെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ക്ലിംഫിലോ അല്ലെങ്കിൽ മറ്റേ ബബിൾ റാപ്പൊക്കെ വെച്ച് റാപ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കവറിലിട്ടിട്ട് അയച്ചാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടയർഡാണ്. ഫുഡൊന്നും നല്ലപോലെ കഴിക്കാൻ പറ്റില്ല, നല്ലപോലെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് നല്ല ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് കൊറിയർ ചെയ്യാനായിട്ട് എക്കാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എക്കാക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഐറ്റംസൊക്കെ കൂടി കൊറിയർ ചെയ്യാന്നുള്ളതും കുറച്ച് ടാസ്കുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ കൊറിയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കൊറിയർ ഓഫീസിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് കൊറിയർ വഴിയാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓഫർ ഇട്ടിരുന്ന സാധനം നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് അയച്ചിട്ടുണ്ടാകും. കാരണം അത് അത്യാവശ്യം തോനെയുള്ളതുകൊണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി ആകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും, സാധനം കുഴപ്പമില്ലാതെ സേഫായിട്ട് അവിടെ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു മെമ്മറി ബുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമായിരുന്നു കേട്ടോ ഇത് ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പെണ്ണ് കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യിച്ചൊരു വർക്കായിരുന്നു ഇത്. ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ ചൈന ജപ്പാൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബൊക്കെ. അപ്പോൾ ഇതിൽ ബ്രീത്തിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബൊക്കെ മേക്ക് ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലുള്ള വർക്ക്സ് ഇന്നും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാവേ. ഇത് വീഡിയോ എടുക്കാനും ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ലഞ്ചിൽ ഒരു കുട്ടി ബൊക്കയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു വാലന്റൈൻസ് ഡേ വീക്ക് നേരെ കോളേജിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.